ടൊവിനോ എന്ന് പറയുന്നത് സർപ്പയുടെ ബ്രാൻഡ് അംബാസിഡറാണ്. സർപ്പയുടെ വോളണ്ടിയർ ആവാൻ താല്പര്യമുള്ള ആൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒക്ടോബർ മുതൽ ജാനുവരി വരെയുള്ള സമയം വിഷപ്പാമ്പുകളുടെ മേറ്റിംഗ് സമയമാണ്. നമസ്കാരം, എൻ്റെ പേര് ജിയോ. ഞാൻ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർപ്പ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ലൈസൻസ്ഡ് സ്നേക്ക് റെസ്ക്യൂറാണ്. അപ്പോൾ സർപ്പ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. സർപ്പ എന്നതുകൊണ്ട് നമ്മൾ പാമ്പ് എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ്, ഇതാണ് സർപ്പയുടെ ഫുൾ ഫോം വരുന്നത്. സാർ, ഇപ്പോൾ എന്ന് പറയുന്നത് മഴക്കാലമാണ്, സ്വാഭാവികമായിട്ടും വെള്ളം കയറുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ഈ പാമ്പുകൾ അവരുടെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു ടൈമാണോ ഇപ്പോഴും? അതായത് ഈ ഒരു സമയത്ത് നമ്മൾ പാമ്പുകളെ കൂടുതലായിട്ടും ഭയക്കേണ്ടതുണ്ടോ? ഇപ്പോൾ അവരുടെ ഒരു സ്വഭാവ രീതി എങ്ങനെയായിരിക്കും? ആക്ച്വലി മഴ പെയ്യുന്ന സമയത്ത് പാമ്പുകൾ മാളത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങും. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊത്തുകളിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത് വേറെ എവിടെയെങ്കിലും ഒരു ഹൈഡ് ഔട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പാമ്പുകൾക്കും വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമ്മളിപ്പോൾ ഈ വിറകടുക്കി വെച്ചിരിക്കുക, അല്ലെങ്കിൽ പഴയതോ ചാക്ക് കെട്ടുകൾ, അങ്ങനെ പഴയ സാധനങ്ങൾ ചാക്ക് കെട്ടുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുക. ഇപ്പോൾ കല്ല്, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഇഷ്ടികയൊക്കെ അല്ലെങ്കിൽ കല്ലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓട് അടുക്കി വെച്ചിരിക്കുന്നുണ്ടാവും. അതുപോലുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് പാമ്പുകൾ കൂടുതലായിട്ട് ഹൈഡ് ഔട്ടിന് വേണ്ടി നോക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇമാതിരിയുള്ള എന്താണെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരം എപ്പോഴും നീറ്റായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പാമ്പിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം. എന്നിരുന്നാൽ കൂടെ എലികൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഉറപ്പായിട്ടും പാമ്പുകൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വേസ്റ്റ് നിർമ്മാർജ്ജനം നമ്മൾ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ വേസ്റ്റ് നമ്മൾ കളയാനായിട്ട് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ ജാനുവരി വരെയുള്ള സമയം വിഷപ്പാമ്പുകളുടെ മേറ്റിംഗ് സമയമാണ്, ഇണചേരൽ കാലമാണ്. എസ്പെഷ്യലി മൂർഖൻ, വെള്ളിക്കെട്ടൻ, ഹണലി ഇതുപോലുള്ളവയുടെ മേറ്റിംഗ് സമയമാണ്. അപ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് ഒരു പെൺപാമ്പുണ്ടെന്ന് വിചാരിക്കുക, ഒരു മൂർഖനുണ്ടെന്ന് വിചാരിക്കുക. ഈ ഇണചേരൽ കാലത്ത് ഇതിൻ്റെ ബോഡിയിൽ നിന്നുള്ള ഒരു ഫിറമോണുണ്ട്. ഈ ഫിറമോൺ കാട്ടിൽ എവിടം വരെ ചെല്ലുന്നുവോ അത്രയും ദൂരത്തിലുള്ള മെയിൽ മൂർഖന്മാർ, കോബ്ര, ആ ഇണയെ അന്വേഷിച്ചിട്ട് അവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു പെൺമൂർഖനുള്ള സ്ഥലത്ത് ഒന്നിലധികം ആൺപാമ്പുകൾ എത്തിച്ചേരും. ഇവർ തമ്മിൽ കോമ്പാറ്റും ഉണ്ടാവും, അതായത് ഫൈറ്റും ഉണ്ടാവും. ഫൈറ്റിൽ വിജയിക്കുന്നവനാണ് ഇണ ചേരുക. പക്ഷേ തോക്കണവൻ ആ ഏരിയ വിട്ട് പോകുകയില്ല. മനസ്സിലായി? തോക്കണവൻ അവൻ്റെ ഒരു ചാൻസിന് വേണ്ടിയിട്ട് അടുത്ത എവിടെയാണ് ഹൈഡ് ഔട്ട് അത് നോക്കിയിരിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം 2024 നമ്മുടെ കേരളത്തിൽ പാമ്പ് കടിയേറ്റുള്ള മരണം എന്ന് പറഞ്ഞാൽ 30 പേരാണ് കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 30 പേരിൽ 8 പേര് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലും ബാക്കിയുള്ള 22 പേര് ഈ മേറ്റിംഗ് സമയം, അതായത് ഒക്ടോബർ മുതൽ ജാനുവരി വരെയുള്ള സമയത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുള്ളവരുമാണ്. അതായത് മേറ്റിംഗ് സമയത്ത് പാമ്പുകൾ സാധാരണ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി അഗ്രസീവായിട്ടായിരിക്കും കാണുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ രാത്രി ആണെങ്കിൽ കൂടെ എൻ്റെ വീടാണ്, എനിക്ക് പരിചയമുള്ള ചുറ്റുപാടാണ്, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള വഴിയാണ് എന്ന് വിചാരിച്ച് ഒരിക്കലും ഇറങ്ങിപ്പോകരുത്. നമ്മൾ കയ്യിൽ ടോർച്ചോ കാലിൽ ബൂട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരുതിയിട്ട് വേണം നമ്മൾ പുറത്ത് ഉള്ള വഴികളിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ കൂടി നമ്മുടെ കയ്യിലൊരു ടോർച്ച് രാത്രി സമയത്ത് ഇറങ്ങുവാണെങ്കിൽ എപ്പോഴും കരുതുക. ഇപ്പൊ ഈ നമ്മൾ പൊതുവേ തന്നെ ഉരകങ്ങളിൽ പാമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാവും. ശരിക്കും എല്ലാ പാമ്പുകളും അപകടകാരികളാണോ? എല്ലാത്തിനും എന്താ പറയുക, എല്ലാത്തിനും നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? അവരുടെ ഒരു സ്വഭാവ രീതി എങ്ങനെയാണ് പാമ്പുകളുടെ? പാമ്പുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജനനം മുതൽക്കേ തന്നെ ഭയമുള്ള ഒരു ജീവിയാണ്. പ്രത്യേകിച്ച് ആളുകൾക്ക് പാമ്പുകളോട് കൂടുതൽ ഭയം തോന്നാനുള്ള കാരണങ്ങൾ, ഒന്ന് അതിൻ്റെ ഒരു സഞ്ചാര രീതി, ഇഴഞ്ഞാണ് സഞ്ചരിക്കുന്നത്. പിന്നെ നമ്മളുടെ തന്നെ ഈ പൂർവികന്മാരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തന്നെ മുതിർന്നവർ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ള
അവസ്ഥകൾ, പാമ്പ് കടിയേറ്റാൽ മരിച്ചു പോകും എന്നുള്ളത് കൺഫേമാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ തെറ്റിദ്ധാരണകൾ, പിന്നെ കുറേ മിഥ്യാധാരണകൾ, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പാമ്പിനോടുള്ള ഭയം കൂടാനുള്ള മെയിൻ കാരണം. പാമ്പിനെ പേടിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പിനെ പേടിക്കണം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പാമ്പുകൾ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ പറയും, ഇപ്പോൾ ഒരു പട്ടീനെ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ എടാ ഒന്നും ചെയ്യില്ല അതൊരു മിണ്ടാപ്രാണിയാണെന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പശുവിനാണെന്നുണ്ടെങ്കിൽ അതൊരു മിണ്ടാപ്രാണി എന്ന് പറയും. പക്ഷേ മിണ്ടാപ്രാണി എന്ന് പറയുന്ന ഒരു ജീവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകൾക്ക് ചെവി കേൾക്കില്ല, കാഴ്ചശക്തി വളരെ കുറവാണ്, ബ്ലറർ വിഷനാണ്, പിന്നെ മണം അറിയാനുള്ളൊരു കഴിവില്ല, എസ്പെഷ്യലി സൗണ്ടില്ല. അതുകൊണ്ട് ഇതാണ് മിണ്ടാപ്രാണികളുടെ കൂട്ടത്തിൽ. ഒരു വടിയെടുത്ത് ഒരടി കൊടുത്താൽ തീരാവുന്ന കാര്യമുള്ളൂ പാമ്പിൻ്റെ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴുത്ത് മുതൽ വാലിൻ്റെ ഭാഗം വരെ നട്ടെല്ല് തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരിടത്ത് ക്ഷതം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മൂവ് ചെയ്യാൻ പറ്റാതെ വരും, അത് പതുക്കെ ചത്തുപോകും. ഒത്തിരി മിത്സുണ്ട്. നമ്മുടെ പണ്ടുള്ളവർ പറഞ്ഞു വെച്ചേക്കണേ പാമ്പ് പക പോക്കും, മനസ്സിലായി. ഒരു പാമ്പിനെ നമ്മൾ നോവിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ പാമ്പ് നമ്മൾ തിരിച്ചു വന്ന് കടിക്കും. അങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകൾ നമ്മളുടെ ഇടയിൽ തന്നെ പണ്ട് മുതലേ പറഞ്ഞു വരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. ശരിക്കും പറഞ്ഞാൽ പാമ്പിനെ സംബന്ധിച്ച് പാമ്പിന് പ്രതിരോധിക്കാനായിട്ട് ആകെപ്പാടെ ഉള്ളത് കടി എന്ന് പറയുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ, സൂത്രം മാത്രമേ ഉള്ളവരിൽ. അതായത് അതിന് കടിക്കാനല്ലാതെ വേറൊരു കഴിവുമില്ല. ഇപ്പോൾ പെരുമ്പാമ്പാണെങ്കിൽ പിന്നെ നമ്മൾ ചുറ്റും വരിയും എന്നൊക്കെ പറയാം, അപ്പോഴും അത് കടിക്കുകയും ചെയ്യും. കടിയാണ് അതിനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം. അപ്പോൾ അത് ഇപ്പോൾ വിഷമുള്ളതാണെങ്കിലും അല്ലെങ്കിലും നമ്മളെ കടിക്കാനാണ് നോക്കുക പാമ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കാർ പാമ്പുകളെ അറിയാതെ ഒരിക്കലും പാമ്പുകളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ പോകരുത്. എപ്പോഴും സേഫ് ഡിസ്റ്റൻസിൽ തന്നെ നിൽക്കുക. ഈ പാമ്പുകൾ എല്ലാം നമ്മുടെ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം വൈൽഡ് ആനിമൽസായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഷെഡ്യൂൾഡിൽ പെട്ടതാണ് എല്ലാ പാമ്പുകളും. അതിൻ്റെ അത് ഷെഡ്യൂൾഡ് 1, ഷെഡ്യൂൾഡ് 2 അങ്ങനെ ഓരോ കാറ്റഗറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾഡ് 4 വരെയുള്ള കാറ്റഗറിയിലാണ് പാമ്പുകൾ പെടുന്നത്. ഇതിൻ്റെ അകത്ത് ഷെഡ്യൂൾഡ് 1 പെട്ട ഒരു പാമ്പിനാണ് നമ്മൾ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത് അല്ലെങ്കിൽ പിടിക്കുന്നത് ഒക്കെ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ വരെ ഫൈനും 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന പണിഷ്മെൻറ്റുമാണ്, അതായത് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഷെഡ്യൂൾഡ് 2 ആണെങ്കിൽ 25,000 രൂപ വരെയും 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് നമുക്ക് ഷെഡ്യൂൾഡ് 2 പെടുന്ന ജീവികളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പാമ്പുകൾ എല്ലാം ഷെഡ്യൂളിൽ പെടുന്നതാണ്. നമുക്ക് ഒത്തിരി ഉപകാരങ്ങളുള്ള ജീവിയാണ്, മനസ്സിലായോ. എലികളെ മാത്രമല്ല പാമ്പുകൾ ഭക്ഷിക്കുന്നത്. പാമ്പുകൾ ശരിക്കും കാനിബൽസാണ്, അതായത് സ്വന്തം വർഗ്ഗത്തിലുള്ളതിനെയും മറ്റു വർഗ്ഗത്തിലുള്ളതിനെയും ഭക്ഷിക്കുന്ന ജീവി. മറ്റ് വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളെയും ഭക്ഷിക്കുന്ന ജീവികളാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ചേര നമ്മളുടെ വീടിൻ്റെ പരിസരത്തുണ്ടെന്ന് വയ്ക്കുക. ഈ ചേരനെ നമ്മൾ ഇപ്പോൾ റെസ്ക്യൂവിന് പോകുമ്പോൾ പലയിടത്തു നിന്നും നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചേരനെ അവിടെ തന്നെ നമ്മൾ അഴിച്ചുവിടാനേ നോക്കുള്ളൂ. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ചേര നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ഒത്തിരി ഗുണങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ചേര എലിയെ പിടിക്കും, തവളയെ പിടിക്കും. അതുകൂടാതെ മറ്റ് വിഷപ്പാമ്പുകളുടെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മറ്റ് പാമ്പുകളുടെ ചെറിയ പാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയും പിടിച്ച് തിന്നും. ഇപ്പോൾ ചേര ഒരു വലിയ ചേരയുള്ള ഏരിയയിലാണ് ഒരു ചെറിയൊരു മൂർഖൻ്റെ കുഞ്ഞ് വരുന്നതെങ്കിൽ ആ മൂർഖൻ്റെ കുഞ്ഞിനെ അവൻ പിടിച്ച് തിന്നും. അപ്പോൾ ഒരു പരിധി വരെ നമ്മളുടെ പരിസരം വിഷപ്പാമ്പുകളുടെ അല്ലെങ്കിൽ വിഷപ്പാമ്പുകളുടെ കടന്നുവരവിനെ തടുക്കുന്നതും ഈ ചേര തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ മൂർഖൻ അവിടെ വന്ന് വിട്ടു, അവിടെ വളരാനുള്ളൊരു സാഹചര്യമുണ്ട്, ഇഷ്ടംമാതിരി ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവനവിടെ ഏതെങ്കിലും ഒരു ഷെൽട്ടർ അടുത്തുള്ളൂ നോക്കിയിട്ട് അവൻ അവിടെ ഇരുന്ന് വലുതാവും, മനസ്സിലായി. അപ്പോൾ അതൊക്കെ തടയുന്നത് ഈ ചേരയാണ്. അപ്പോൾ ചേര ഷെഡ്യൂൾഡ് 1 പെട്ടൊരു ജീവിയാണ്. അതായത് നമ്മളുടെ മയിൽ, കടുവ ഒക്കെ വരുന്ന കാറ്റഗറിയിൽ തന്നെ, അതായത് ഷെഡ്യൂൾഡ് 1 കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരു ജീവിയാണ് ചേര. ചേര മാത്രമല്ല നമ്മളുടെ മൂർഖൻ, അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, നീർക്കോലി, മലമ്പാമ്പ്, ഇതെല്ലാം ഷെഡ്യൂൾഡ് വരുന്ന ജീവികളാണ്, ഷെഡ്യൂൾഡ് 1 വരുന്ന ജീവികളാണ്. അപ്പോൾ നമ്മൾ അവർക്ക് പോകാനുള്ളൊരു സാഹചര്യം മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി. നമ്മളുടെ വീടിൻ്റെ പരിസരം വൃത്തിയായിട്ട് വയ്ക്കുക, മാലിന്യങ്ങൾ കറക്റ്റായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക. അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്തുള്ള ചെടികൾ, കുറ്റിക്കാടുകൾ അതുപോലുള്ളതൊക്കെ വെട്ടി നിർത്തുക. ഒരിക്കലും വീട്ടിലേക്ക് ചാഞ്ഞു കിടക്കുന്ന രീതിയിൽ ചെടികൾ വളർത്താതിരിക്കുക. പിന്നെ
ഈ പഴയ സാധനങ്ങൾ അതുപോലുള്ളതൊക്കെ അടുക്കാതെ മീൻസ് എവിടെയെങ്കിലും കൂട്ടിയിടുക, അല്ലെങ്കിൽ വീടിനോട് ചേർത്ത് അടുക്കി വയ്ക്കുക, അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പാമ്പിനെ നമ്മളുടെ ഏരിയയിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കും. ഇപ്പൊ നമുക്ക് അറിയാവുന്നതാണ്, ഇപ്പൊ കേരള സർക്കാരിന്റെയാണ് സർപ്പ ആപ്പ് എന്ന് പറയുന്നത്. ഒത്തിരി പേർക്ക് പക്ഷെ അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് ഇപ്പം എന്താണ് ശരിക്കും ഒരു ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമുക്കൊരു വീട്ടിൽ പാമ്പ് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കാനാണോ? എന്താണ് അതിന്റെ ഒരു എന്താ പറയാ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്? കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 2020 ശരിക്കും പറഞ്ഞാൽ സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പബ്ലിക്കിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വയനാട് സ്കൂളിൽ വെച്ച് കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം. രണ്ടാമത്തേത് ഉത്തരവാദക്കേസ്. മൂന്നാമത്തേത് പാമ്പ് പിടിക്കുന്ന ആൾ തന്നെ പാമ്പിനെ പ്രദർശിപ്പിച്ച് അതിൻ്റെ അകത്ത് നിന്ന് കടി മേടിച്ച മരിച്ച സംഭവം. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജനങ്ങളുടെ ഇടയിലേക്ക് സുതാര്യമായിട്ട് ഇറക്കുന്നത്. സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നുള്ളതാണ് സർപ്പയുടെ ഫുൾ ഫോം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യനെയും സംരക്ഷിക്കുക, പാമ്പുകളിൽ നിന്നും സംരക്ഷിക്കുക, പാമ്പുകളെയും സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ്. പാമ്പുകളെ സംരക്ഷിച്ച് അവയ്ക്ക് പറ്റിയ ആവാസ വ്യവസ്ഥയിൽ അതിനെ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ തുറന്നു വിടുക എന്നുള്ളൊരു കൺസെപ്റ്റോടു കൂടി തന്നെയാണ് ഈ സർപ്പ എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത്. സർപ്പ ആപ്ലിക്കേഷനിലുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സർപ്പ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സാണ് ഈ സർപ്പയിൽ നമുക്ക് കൂടുതലായിട്ടുള്ളത്. ഏകദേശം 3000-ഓളം ലൈസൻസ്ഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് നമുക്ക് കേരളത്തിൽ എല്ലാ ജില്ലകളിലുമായിട്ട് ഏകദേശം 3000-ഓളം ആൾക്കാരുമുണ്ട്, എല്ലാ ജില്ലകളും കൂടി കൂട്ടിയിട്ട്. ഇപ്പോൾ എറണാകുളത്ത് മാത്രം നോക്കുവാണെങ്കിൽ ഏകദേശം 75-80 പേരോളം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് ആൾക്കാരെ ഇതിന് പാമ്പുകളോട് ഇഷ്ടമുള്ളവരും അതിനെ രക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളവരുമായിട്ടുള്ള ആളുകളെ അവർ ട്രെയിനിങ് പ്രോഗ്രാമും അവയർനെസ്സും എല്ലാം നൽകിയിട്ട് ലൈസൻസ് അതിനവർ എന്നാന്ന് പറയണേ, നമ്മുടെ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരതിന് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് സർപ്പ എന്ന് പറയുന്ന ടീമിൽ അംഗമാക്കുന്നുണ്ട്. ഇത് തികച്ചും ഒരു വോളണ്ടറി സർവീസാണ് ആക്ച്വലി. ഇതിന് നിങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ടു ഒരാൾ വിളിച്ചു, നമ്മളുടെ റെസ്ക്യൂവർ ചെയ്യുന്ന അവിടെ എടുക്കുന്നു, അതിന് നിങ്ങൾ പാരിതോഷികങ്ങൾ പണമോ ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല. ഇത് തികച്ചും സൗജന്യമായിട്ടുള്ളൊരു സംവിധാനമാണ്. പിന്നെ ഈ പറയുന്ന എല്ലാ റെസ്ക്യൂവേഴ്സും മറ്റ് ജോലിയുള്ള ആൾക്കാരാണ്, ഒരിക്കലും നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഡയറക്റ്റ് സ്റ്റാഫുകളല്ല. മറ്റ് ജോലികളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് അവർ ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ജില്ലകളിലും ഇതുപോലെ 50, 60, 70 ആൾക്കാരൊക്കെ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിന് നമുക്കിവിടെ കേരളത്തിൽ ഉണ്ട്. അപ്പോൾ ഈ സർപ്പയുടെ ലക്ഷ്യം എന്നാന്ന് പറഞ്ഞാൽ പാമ്പ് കടി മരണങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് സർപ്പയുടെ മെയിൻ മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മളുടെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിൽ പ്രതിവർഷം ഏകദേശം 300-ഓളം പേര് അല്ലെങ്കിൽ 320-ഓളം പേര് വൈൽഡ് അനിമൽസിൻ്റെയും മറ്റു ആക്രമണങ്ങളിൽ കേരളത്തിൽ കൊല്ലപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും ആന, കടുവ അതുപോലെയുള്ളതിൻ്റെ പുറകെയാണ് പോണത്. മനസ്സിലായി? ഈ വൈൽഡ് ലൈഫിൽ പെട്ട ജീവി തന്നെയാണ് പാമ്പും. ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിട്ടുള്ളത് പാമ്പ് കടിയേറ്റിട്ടാണ്. ഏകദേശം 160-ഓളം 180-ഓളം പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഈ പറയുന്ന 2018, 2019 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. ഈ കഴിഞ്ഞ വർഷം 2024 30-ലെത്തി നിൽക്കുന്നത്, വെറും 30 മരണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇത് 0 ആക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. എനിക്കൊരു കോൾ വരുവാണ്. ഇപ്പോൾ ഞാൻ വർക്കിലിരിക്കുന്ന സമയത്താണ് എനിക്ക് കോൾ വരുന്നതെങ്കിൽ എനിക്ക് ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒരു വോളണ്ടറി സർവീസാണ്. നമുക്കും സാലറിയോ കാര്യങ്ങളോ ഒന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടുന്നില്ല. നമ്മളും ഇതൊരു സന്നദ്ധ പ്രവർത്തനമായിട്ടാണ് നമ്മൾ കണ്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ജോലി സമയം കഴിഞ്ഞിട്ടുള്ള ഒഴിവ് സമയങ്ങളിൽ ഞാൻ ഈ റെസ്ക്യൂവിന് പോയാൽ മതി. ആരെയും നമ്മൾ കമ്പലായിട്ട് എല്ലാ ദിവസവും ഇത്ര
പാമ്പിനെ പിടിക്കണം അങ്ങനെയുള്ള ഒരു നിബന്ധനയും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ എനിക്കൊരു കോള് ഞാൻ എൻ്റെ വർക്കിൻ്റെ ഇടയിലാണ് വരുന്നതെങ്കിൽ ഞാൻ അതെടുത്ത് നമ്മുടെ ഗ്രൂപ്പിലിട്ടിടും, സർപ്പ ഗ്രൂപ്പിലിട്ടിടും. ആ ഗ്രൂപ്പിൽ അപ്പോൾ അടുത്തുള്ള റെസ്ക്യൂവർ ആരാണോ അയാൾ ചെന്നിട്ട് ഒഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾ ചെന്നിട്ട് അതിനെ റെസ്ക്യൂ ചെയ്ത് ആ വീട്ടുകാരെയും അതുപോലെ തന്നെ പാമ്പിനെയും സംരക്ഷിച്ച് എടുത്തുകൊണ്ട് പോരും. ഇത് സർപ്പ ആപ്ലിക്കേഷനിൽ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സർപ്പ ആപ്ലിക്കേഷൻ്റെ മെയിനൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ പലർക്കും പാമ്പിനെ തിരിച്ചറിയാൻ പാടില്ലാത്തതാണ് പലർക്കും വിഷയം. ഒരു പാമ്പിനെ നമ്മുടെ വീട്ടുമുറ്റത്ത് കണ്ടു കഴിഞ്ഞാൽ അത് വിഷമുള്ളതാണോ വിഷം ഇല്ലാത്തതാണോ എന്ന കൺഫ്യൂഷനിലാണ് പലരും. ഇപ്പോൾ ഇമിറ്റേറ്റിംഗ് ആയിട്ടുള്ള പാമ്പുകളുണ്ട്, വിഷപ്പാമ്പുകളുടെ തന്നെ ഇമിറ്റേറ്റിംഗ് ആയിട്ടുള്ള. ഉദാഹരണത്തിന് നമ്മുടെ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വളവളപ്പൻ എന്ന് പറയുന്ന പാമ്പ്, പുള്ളിയുടെ ബോഡിയിൽ ഇങ്ങനെ ബ്ലാക്കിൽ വെളുത്ത വളയങ്ങളുണ്ടാവും. ഈ പുള്ളിയുടെ തന്നെ വേറൊരു അപരനുണ്ട്, കോമൺ വുൾഫ് സ്നേക്ക് എന്ന് പറയുന്ന ചുവർ പാമ്പ് എന്ന് പറയുന്ന ഒരു പാമ്പുണ്ട്. പുള്ളിയുടെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പല്ലി അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്, പല്ലി, ചെറിയ തവള അതുപോലെയൊക്കെയാണ്. അപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഭിത്തിക്കിടിയൊക്കെ ഗ്രിപ്പുള്ള ഭിത്തിയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കയറും. ഭിത്തിക്കിടി പറ്റി പിടിച്ച് കയറാനായിട്ട് ഇവന്മാർക്കൊരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ ഈ പാമ്പ് വളവളപ്പനാന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ തല്ലിക്കൊല്ലുന്നത്. കൂടുതലും നമ്മൾക്ക് വളവളപ്പനെ തല്ലിക്കൊന്നു, എൻ്റെ വീട്ടിൽ നിന്ന് വളവളപ്പനെ പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസ് മിക്കവാറും അല്ലെങ്കിൽ വളവളപ്പനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് വിളി വരുന്ന കേസ് മിക്കവാറും ഈ പറയുന്ന വുൾഫ് സ്നേക്കാണ്. ഇത് നോൺ വെനമസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാമ്പുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ സംവിധാനമുണ്ട്. പാമ്പുകളെയും അതിൻ്റെ കാറ്റഗറിയും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഒരാൾക്ക് പാമ്പ് കടിയേറ്റു, പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങളും അടുത്തുള്ള ഹോസ്പിറ്റലിൻ്റെ, ഇപ്പോൾ എൻ്റെ ഏരിയ ഏതാണോ, എൻ്റെ വീട് ഏതാണോ അല്ലെങ്കിൽ എൻ്റെ സ്ഥലം ഏതാണോ അതിന് ഏറ്റവും അടുത്തുള്ള ആൻറ്റി സ്നേക്ക് വെനം ASV ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റും ഫോൺ നമ്പറും ഉൾപ്പെടെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെടാനുള്ള ഫോറസ്റ്റിൻ്റെ ഓഫീസിൻ്റെ നമ്പറും ഉദ്യോഗസ്ഥരുടെ നമ്പറും എല്ലാം അതിലുണ്ട്. ഈവൻ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊല്ലത്ത് പോവാണ്. അപ്പോൾ കൊല്ലത്ത് പോകുന്ന സമയത്താണ് ഞാൻ ഇന്നപോലെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഞാനൊരു പാമ്പിനെ കണ്ടു എന്ന് വെച്ചു. എനിക്ക് അവിടെ നിന്നിട്ട് ആ ആപ്പ് പ്രകാരം ഏറ്റവും അടുത്തുള്ള റെസ്ക്യൂവറുടെ നമ്പറും ആ ആപ്പിൽ നിന്ന് തന്നെ എനിക്ക് അവൈലബിൾ ആവും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ സർപ്പ സംവിധാനം നിലവിൽ വന്നതിന് ശേഷമാണ് ഇത്ര കാര്യമായിട്ട് നമുക്ക് ഈ പാമ്പ് കടി മരണം എന്നുള്ളത് കുറയ്ക്കാനായിട്ടുള്ളത് സാധിച്ചത്. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. എല്ലാവരും ഈ സർപ്പ ആപ്ലിക്കേഷൻ അവരുടെ മൊബൈലിൽ, നമുക്ക് ആൻഡ്രോയിഡിലും ഐഫോണിലും എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പെയ്ഡൊന്നുമല്ല, ഫ്രീ ആണ്, ആഡ് ഫ്രീ ആണ്. എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാർ ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ശരിക്കും ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ പാമ്പ് കടി ഏറ്റാൽ നമ്മൾ തുടക്കം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാമ്പ് കടി ഏറ്റാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആളെ അടുത്തുള്ള ആൻറ്റിവെനം ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ കവിഞ്ഞ് വേറെ ഒരു ഫസ്റ്റ് എയ്ഡും ഇല്ല. ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു പട്ടിയാണ് കടിച്ചതെങ്കിൽ നമ്മളവിടെ സോപ്പും ഇതൊക്കെ ഇട്ട് കഴുകാൻ പറയും. ഓക്കെ, നല്ലോണം സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളവിടെ കഴുകണം. നമുക്ക് മുറിവിൽ മരുന്ന് വയ്ക്കാം എന്നുള്ള കണ്ടീഷനൊക്കെ ഉണ്ട്. പക്ഷേ സ്നേക്ക് ബൈറ്റ് അല്ലെങ്കിൽ പാമ്പ് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ഇല്ല. നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഒരു ടാപ്പ് തുറന്ന് വെള്ളം കാലിലോട്ട് ഒഴിച്ച് അവിടെ നമ്മൾ അമർത്തി തടവുകയാണെങ്കിൽ വിഷം കൂടുതൽ, അല്ലെങ്കിൽ അതിൻ്റെ വെനം എന്നാണ് പറയുക, വിഷമല്ല ശരിക്കും വെനം എന്നാണ് പറയുക, വെനം കൂടുതൽ ഏരിയകളിലേക്ക് വ്യാപിക്കാനായിട്ട് അത് കാരണമാകും എന്ന് മാത്രമാണ്. ഓക്കെ, അത് ശരിക്കും കാരണമാകും. അതായത് ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മളൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യണം കണ്ടിട്ടില്ലേ? അതെന്തിനാന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ കടി മൊത്തം വെയിനിലല്ല കിട്ടുന്നത്, മിക്കവാറും മസിൽസിലോ ടിഷ്യൂലായിരിക്കും നമ്മളുടെ പാമ്പിൻ്റെ ബൈറ്റ് കിട്ടുന്നത്. അപ്പോൾ അത് രക്തത്തിലേക്ക് കലർന്ന് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അപകടകരമാവുന്നത്. അപ്പോൾ ഈ മസിൽസിൽ കടി കിട്ടിയത് നമ്മൾ ഒരു സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം മസാജ് ചെയ്ത് പെട്ടെന്ന് തന്നെ രക്തത്തിലേക്ക് എത്തിക്കുന്നതിന് തുല്യമായി പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യരുത്. പണ്ടുള്ളവർ പറയും പാമ്പ് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവിടെ ഒരു ചെറിയൊരു മുറിവുണ്ടാക്കണം എന്ന് പറയും. ഒരിക്കലും ചെയ്യരുത്. ബ്ലഡ് നിൽക്കത്തില്ല. ബ്ലഡ് വാർന്നു പോയിട്ട് ആൾ ആവശ്യനിലയിലാവും. അപകട എന്താ പറയുക, അപകടം കൂടുതലാവാനുള്ള ചാൻസ് ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അടുത്ത മിത്താണ്, കാലിലാണ് പാമ്പ് കടി കെട്ടണമെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ താഴെ വെച്ച് കെട്ടണമെന്ന് പറയും. ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ തടയുകയാണ് ചെയ്യുന്നത്. അത്തരം ഭാഗത്ത് ഫുള്ളായിട്ട് ബ്ലഡ് മീൻസ് ഇതാവാനും വ്യാപിക്കാനും വിഷം വ്യാപിക്കാനും അത്തരം ഭാഗത്തെ സെൽസ് നശിച്ചു പോകാനും ഇടയാവും. പാമ്പിൻ്റെ വിഷത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൽസ് ഒരു പ്രാവശ്യം സെൽസിൻ്റെ ഉള്ളിലോട്ട് വന്നത് നശിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഈ കോശങ്ങൾ പുനരുജ്ജീവിക്കില്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ വേറെ സർജറിയൊക്കെ ചെയ്ത് തുടയുന്നോ അവിടെ നിന്നൊക്കെ ഇറച്ചിയെടുത്ത് പിടിപ്പിച്ചിട്ട് നമ്മളുടെ പ്ലാസ്റ്റിക് സർജറി ചെയ്യണ പോലെ ചെയ്തിട്ട് രണ്ടാമത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ആ കെട്ടിയ ഭാഗം അവിടെ വെച്ചിട്ട് മുറിച്ച് കളയേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ആ ഭാഗം കെട്ടരുത് കേട്ടോ. ഒരിക്കലും തിരുമ്മരുത്, കെട്ടരുത്. ആളെ ടെൻഷനാക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, അയ്യോ പാമ്പ് കടിച്ച്, അത് ഭയങ്കര വിഷമുള്ള പാമ്പാണ്, അപ്പോൾ ആശുപത്രി കൊണ്ടുപോയാൽ എങ്ങനെയാണത്, മൂർഖനാണ് കടിച്ചത് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഈവൻ കടിച്ച പാമ്പാന്ന് കണ്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ പാട് നമുക്കൊരിക്കലും ബൈറ്റ് മാർക്ക് വെച്ചത് കടിച്ചത് വിഷപ്പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി? ഈ പാമ്പുകൾക്ക് തന്നെ വിഷപ്പല്ല് പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ പല്ലുകൾ പൊഴിഞ്ഞിരിക്കുന്ന സമയത്താണ്, പൊടിച്ച് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ബൈറ്റ് മാർക്കൊന്നും അതിൻ്റെ അത് കാണില്ല. സാധാരണ വിഷമില്ലാത്ത പാമ്പുകൾ കടിച്ചാൽ കാണുന്ന പോലെ തന്നെയുള്ളൂ. എസ്പെഷ്യലി നമ്മുടെ ഈ വെള്ളിക്കെട്ടൻ, ഈ ശങ്കുവരൻ എന്ന് പറയുന്ന പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പോറൽ പോലെ മാത്രമേ കാണുള്ളൂ. ഈ വിഷപ്പല്ലിൻ്റെ 2 പാടുകൾ കാണില്ല. അല്ലെങ്കിൽ മൂർഖം കടിച്ചാൽ തന്നെ ഇപ്പോൾ ഒരു പല്ല് പോയിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു പാട് മാത്രമേ കാണുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് കടിച്ച് നീർക്കൊല്ലിയാണെന്നോ അല്ലെങ്കിൽ മൂർഖനാണെന്നോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിൻ്റെ പാട് കണ്ടിട്ട് 2 പല്ലിൻ്റെ പാട് ചിലപ്പോൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇത് മൂർഖനാണെന്നൊരു സംശയമുണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു ടെൻഷനാവും. ടെൻഷൻ കയറി കഴിഞ്ഞാൽ BP ഹൈ ആവും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഈ വെനം പെട്ടെന്ന് തന്നെ ആന്തരിക അവയവങ്ങളിലെല്ലാം എത്തിച്ചേരാനും ആൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആളെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, 30 മിനിറ്റിനുള്ളിൽ നമ്മൾ ഏറ്റവും അടുത്തുള്ള ആൻറ്റിവെനം ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 99% ആളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ആണെങ്കിൽ പോലും നമുക്ക് 80%-ഓളം ചാൻസ് ഉണ്ട്. പാമ്പ് കടിയേറ്റ ആളെ നടക്കാനോ ഓടാനോ സമ്മതിക്കരുത്. ഹാർട്ട് ബീറ്റ് കൂടും. അന്നേരം വീണ്ടും വിഷം കൂടുതലായിട്ട് ശരീരത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് അവയവങ്ങളിലോട്ട് വ്യാപിക്കുന്നതിന് കാരണമാവും. അപ്പോൾ അതും വളരെ ഡേഞ്ചറായിട്ടുള്ളൊരവസ്ഥയാണ്. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളുടെ ഇന്ത്യയിൽ ശരിക്കും ബിഗ് 4 എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള പാമ്പുകൾ കടിച്ചിട്ടുള്ള മരണമാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബിഗ് 4 കാറ്റഗറിയിൽ വരുന്നത് മൂർഖൻ, അണലി, വളവളപ്പൻ അഥവാ വെള്ളിക്കെട്ടൻ, പിന്നെ രക്തമണ്ഡലി സോസ്കേൾഡ് വൈപ്പർ എന്ന് പറയുന്ന രക്തമണ്ഡലി എന്ന് പറയുന്ന പാമ്പ്. ഈ 4 എണ്ണമാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് 4 എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് തന്നെ ഈ അണലിയുടെയും മൂർഖൻ്റെയും കടിയേറ്റാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബിഗ് 4-ന് നമുക്ക് ആൻറ്റിവെനം ലഭ്യമാണ്. ASV ആൻറ്റി സ്നേക്ക് വെനം എന്നുള്ള പോളിവാലൻ്റൈൻ ആൻറ്റിവെനം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത് ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലിൽ തന്നെ എത്തിക്കണം. വേറെ ഒരു വിഷവൈദ്യൻ്റെ അടുത്തും നാട്ടുവൈദ്യക്കാരുടെ അടുത്തും കൊണ്ടുപോകരുത്. ഈ കഴിഞ്ഞ വർഷം ആളുകൾ മരിച്ചതിൽ ഇതുപോലെ വിഷവൈദ്യൻ്റെ അടുത്ത് ചെന്ന് അവിടെ നിന്നും പറ്റാഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ആ ഒരു അവസ്ഥയിൽ മരിച്ചു പോയതാണ്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ഒരാൾ വ്യക്തമായിട്ട് വിളിച്ച് ചോദിച്ചിരിക്കണം, ഇന്ന ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ ആശുപത്രിയിൽ ASVയും ഡോക്ടറും ലഭ്യമാണോ എന്ന് ചോദിച്ചിരിക്കണം. അല്ലെങ്കിൽ അടുത്ത ആശുപത്രിയിലോട്ട് വിളിച്ച് അവിടെ അങ്ങോട്ട് വിടാനായിട്ട് പറയണം. അതാണ് ചെയ്യേണ്ടത്. ഡിലേ ഒട്ടും വരുത്താതിരിക്കുക എന്നുള്ളതാണ് പാമ്പ് കടി ഏറ്റാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. പാനിക്കാവാതിരിക്കുക, ഒട്ടും ഡിലേ വരുത്താതെ ഹോസ്പിറ്റലിൽ ചെല്ലുക. ഇപ്പോൾ ഈ പാമ്പുകളായിട്ട് ബന്ധപ്പെട്ട് കുറേ മിത്തുകളൊക്കെ ഉണ്ട്, അത് എങ്ങനെയാണ്? പാമ്പുകളായിട്ട് ബന്ധപ്പെട്ട് കുറേ എന്നല്ല, കുറച്ചധികം മിത്തുകളുണ്ട്. ഉദാഹരണത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസപരമായിട്ടും ആചാരപരമായിട്ടും പലയിടത്തും ഇപ്പോൾ പാമ്പുകൾക്ക് പാല് കൊടുക്കണം കണ്ടിട്ടുണ്ട്.
ഓക്കെ, പാമ്പുകൾ പാല് കൊടുക്കണതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മിൽക്ക് ശരിക്കും പറഞ്ഞാൽ പാമ്പിന് ഡൈജസ്റ്റബിൾ അല്ല. ഓക്കെ, അപ്പോൾ പാമ്പിന് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. ചിലപ്പോൾ പാമ്പ് ചത്തുപോകാൻ വരെ ഇടയാകും. പക്ഷേ പാമ്പ് പാല് കുടിക്കുന്നത് ഇതിലുണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 8-10 ദിവസം ഒന്നും കൊടുക്കാതെ ഒരു പാമ്പിനിട്ടിട്ട് അതിന് മുമ്പിൽ പാലല്ല, അതിൻ്റെ മുമ്പിൽ വേറെ കൊക്കക്കോള ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പോലും അത് വന്ന് നക്കും. അതാണ് പാമ്പിൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് പാമ്പ് പാല് കുടിക്കുന്നു, പാമ്പ് വിശ്വാസപരമായിട്ട് അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പട്ടിണിക്കിട്ട് പാമ്പിനെ കൊണ്ട് പാല് കുടിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ അല്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പാമ്പ് പക പോക്കുക എന്ന് പറയും. ഇപ്പോൾ ഞാനൊരു പാമ്പ് ഞാൻ നടന്നു പോകുന്ന ഒരു വഴിയിലൊരു പാമ്പിനെ കണ്ടു. ഞാൻ അതിനെ കല്ലെറിഞ്ഞു. അതിന് കൊണ്ടു വേദനിച്ചു, പക്ഷേ പാമ്പ് രക്ഷപ്പെട്ടു. ആ പാമ്പ് അടുത്ത ദിവസം ഞാൻ അതിലേക്കിടി വരുമ്പോൾ എന്നെ ഓർത്ത് വെച്ച് അവിടെ തന്നെ വന്നിരുന്ന് കടിക്കും. അവിടെ അങ്ങനെ പാമ്പ് കടിച്ച ആൾ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ പാമ്പിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അതിന് ഈ കാണുന്ന ജീവികളെ തിരിച്ചറിയാനോ അതിൻ്റെ ഇരേനെ തിരിച്ചറിയാനും സ്മെല്ല് സെൻസ് ചെയ്യാനുള്ള ചെറിയ ചെറിയ പവറുകളേ ഉള്ളൂ. അല്ലാതെ എൻ്റെ മുഖവും എൻ്റെ ഐഡിയയൊക്കെ ഓർത്തിരുന്നിട്ട് നാളെ അതേ സ്ഥലത്ത് തന്നെ വന്നിരുന്ന് എന്നെ കടിക്കാനായിട്ട് പുള്ളിക്ക് സാധിക്കണമെന്നില്ല. ഇത് മിത്താണ് ശരിക്കും പറഞ്ഞാൽ. ഒരു പാമ്പും അങ്ങനെ നമ്മൾ ഓർത്ത് വെച്ച് ടാർഗറ്റ് ചെയ്തിട്ട് വന്ന് ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ള പാമ്പുകളൊന്നുമില്ല. അതുങ്ങൾക്ക് നമ്മളെ പേടിയാണ്. നമ്മളെ കാണുമ്പോൾ അത് ഓടി ഒളിക്കാനേ ശ്രമിക്കുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ പാമ്പുകളും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലത്തു നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പുകളാണ്. പാമ്പുകൾക്ക് ചെവി കേൾക്കില്ല ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിലുണ്ടാകുന്ന കമ്പനങ്ങൾ, ഇതിൻ്റെ ബോഡിയുടെ 90% അല്ലെങ്കിൽ 95% ഭൂമിയിൽ തന്നെ പ്രസ്സായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് പാമ്പുകളുള്ളത്. അപ്പോൾ ഒരു ചെറിയ വൈബ്രേഷൻ പോലും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞാനൊരു 10 മീറ്റർ അകലെ നിന്ന് നടന്നു വരുന്നുണ്ടെന്ന് അപ്പുറത്ത് ഒരു 10 മീറ്റർ ഇപ്പുറത്തുള്ളൊരു പാമ്പിന് അറിയാൻ പറ്റും. ചെറിയ കമ്പനങ്ങൾ പോലും അതിന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അറിയാത്തൊരു ജസ്റ്റ് ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ പാമ്പുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാറുണ്ടോ? പാമ്പുകൾക്കും അസുഖങ്ങളൊക്കെ വരാറുണ്ട്. പാമ്പുകൾക്ക് അസുഖങ്ങൾ വരാറുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ മൂർഖൻ, അണലി പോലുള്ള പാമ്പുകളുടെ ശരീരത്ത് നമ്മുടെ ട്യൂമർ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാൻസറിൻ്റെ മുഴകൾ പോലെയുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് നിറയെ. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ക്യാൻസർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒന്നോ അതിലധികമോ മുഴകൾ ബോഡിയിൽ നിറച്ച് മുഴകളുള്ള പാമ്പിനെ എടുത്തിട്ടുണ്ട്. പാമ്പുകൾക്ക് അസുഖം വരായികൊന്നുമില്ല. അപ്പോൾ ഈ ഒരു റെസ്ക്യൂ ടീമിന് ലൈസൻസ് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നടൻ ടൊവിനോയ്ക്ക് ആ ഒരു ലൈസൻസ് കിട്ടിയിട്ടുള്ളതായിട്ട് ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരാൾക്കൊരു ആ ഒരു ലൈസൻസ് കിട്ടുക? എത്ര നാൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പരിശീലനം നേടണോ? അത് എത്ര നാൾ കൊണ്ടാണ് നമുക്ക് ആ ഒരു ലൈസൻസ് കിട്ടുന്നത്? ഇപ്പോൾ ടൊവിനോ എന്ന് പറയുന്നത് സർപ്പയുടെ ബ്രാൻഡ് അംബാസിഡറാണ്. ഓക്കെ, സോ സത്യത്തിൽ നമുക്ക് ഈ സർപ്പയുടെ വോളണ്ടിയർ ആവാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളതിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ അതായത് ഫോറസ്ട്രിയിലോ അല്ലെങ്കിൽ സർപ്പ ആപ്പ് വഴിയോ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ അടുത്ത റെസ്ക്യൂ വരുന്ന സമയത്ത് നമ്മൾ ഇൻഫോം ചെയ്യും. ആ സമയത്ത് നമ്മളവിടെ ചെല്ലുക, നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ഒരു ഫുൾ ഡേ ക്ലാസ് ആയിട്ടായിരിക്കും. അതിൽ തിയറി ഉണ്ടാവും, പ്രാക്ടിക്കൽ ഉണ്ടാവും. തിയറി ക്ലാസ്സുകളിൽ നമുക്ക് പാമ്പിനെക്കുറിച്ചും അതിൻ്റെ നമ്മുടെ പൊതുവെ കാണപ്പെടുന്ന പാമ്പുകൾ, അതിൻ്റെ ടൈപ്പുകൾ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരിക. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാവും. ഈ പ്രാക്ടിക്കൽ സെഷനിൽ ഇപ്പോൾ ഞാൻ ഇന്ന് പിടിച്ച ഒരു മൂർഖനുണ്ടെന്ന് വിചാരിക്കുക, ഒരു വലിയ മൂർഖനുണ്ടെന്ന് വിചാരിക്കുക. ഈ സാധനത്തിന് തന്നെയാണ് അവിടെ കൊണ്ടുപോയി പ്രാക്ടിക്കലിന് ഇട്ട് തരുന്നത്. പ്രാക്ടിക്കലിന് ഇട്ട് തരുന്ന പാമ്പ് ശരിക്കും പല്ല് പറിച്ചത് വിഷമില്ലാത്തത് അങ്ങനെയാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഒരിക്കലും പാടില്ല. ഞാൻ ഇന്ന് പിടിച്ച പാമ്പിനെ നാളെ അവിടെ കൊണ്ട് തരുന്നു മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് പിടിച്ച പാമ്പ് വലിയൊരു പാമ്പായിരിക്കും, അതിനെ അവിടെ കൊണ്ട് തരും. അതിനെ എങ്ങനെയാണ് ബാഗ് ചെയ്യണത്, നമുക്ക് അതിന് റെസ്ക്യൂവിനുള്ള കിറ്റുണ്ട്. അത് നമുക്ക്
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കിറ്റിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഹുക്കുണ്ടാവും, ഒരു ഫ്രെയിം ഉണ്ടാവും, ബാഗുകളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു പാമ്പിനെ ശാസ്ത്രീയമായിട്ട് നമുക്ക് റെസ്ക്യൂ ചെയ്യാം അല്ലെങ്കിൽ ബാഗ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിൽ ആദ്യം കാണിച്ചു തരിക. ഇപ്പോൾ ഈ പ്രാക്ടിക്കൽ സെഷനിൽ അവർ നമ്മളൊരു മെത്തേഡ് കാണിച്ചു കൊടുക്കും. ഈ മെത്തേഡ് ബാക്കിയുള്ള നമ്മുടെ കാൻഡിഡേറ്റ്സ് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാർക്ക് അവരും ഇതുപോലെ തന്നെ അതിനെ ബാഗ് ചെയ്ത് കാണിച്ചു കൊടുക്കണം, ലൈവ് പാമ്പിനെ. അങ്ങനെ സക്സസ്ഫുൾ ആവുന്ന ആളുകൾക്കാണ് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മളെപ്പോലുള്ള വോളണ്ടിയേഴ്സിനുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്.